നമസ്കാരം. 2026 ജനുവരി മാസത്തിൽ കേരളത്തിന് 3 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് ലഭിച്ചത്. അതിൽ മംഗളൂരു നാഗർകോവിൽ അമൃത് ഭാരതിന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിക്കാണ് എത്തിയത്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലെ താമ്പരത്തേക്ക് പോകുന്ന അമൃത് ഭാരതിലാണ് യാത്ര പോകുന്നത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:40 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് ഈ ട്രെയിൻ പുറപ്പെടുക. രാവിലെ 8:40 ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളുള്ളത്. തിരുവനന്തപുരത്ത് നിന്നൊരു യാത്ര തുടങ്ങുമ്പം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. ക്ഷേത്രം അവിടെയാണ്, ക്ഷേത്രക്കുളത ഈ ഭാഗത്താണ്. ഒരുപാട് മീനുകളൊക്കെയാണ് ഇവിടെ ഈ ഒരു സമയത്തുള്ളത്. വേറ്റകൾക്കൊക്കെ ഇവിടെ തീറ്റി ഇട്ട് കൊടുക്കുന്നത് കാണാം. അത് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പ്രാവൻ കൂട്ടങ്ങളെയും കാണാം. ശരിക്കും ഇവിടെ ഈ രാവിലെ സമയത്ത് വന്ന് നിൽക്കാൻ നല്ല രസമാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഉള്ളത്. ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവുകയാണേ. നമുക്ക് മുൻഭാഗത്തേക്കൂടെ പോകേണ്ട കാര്യം വരുന്നില്ല. ഈ ഭാഗത്തുനിന്ന് പോകുമ്പോൾ ഈ പാലത്തിന്റെ ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്. അതുവഴിയാണ് ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. വളരെ അടുത്ത് തന്നെയായി. നേരെ പോയിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ തമ്പാനൂർ ഭാഗത്തേക്ക് പോകാം. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഫ്രണ്ട് ഗേറ്റുള്ള ഭാഗത്തേക്ക്. തിരുവനന്തപുരം സെൻട്രലിൻ്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇവിടെയാണ് നമുക്കിന്ന് പോകാനുള്ള അമൃത് ഭാരത് എക്സ്പ്രസ് ഉള്ളത്. ഇതിൻ്റെ മുൻഭാഗത്ത് തന്നെ കുറച്ച് ചളിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അതൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. ഈ അമൃത് ഭാരതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ലോക്കോമോട്ടീവ് തന്നെയാണ്. പുഷ്പുള്ളാണ്, WP5 ആണ്. അപ്പോൾ ഇതിവിടെ വൃത്തിയാക്കി എടുക്കട്ടെ. ഇതിൻ്റെ ലോക്കോ ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ WP5 ആണ്. ലോക്കോ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രാജധാനി എക്സ്പ്രസ് ഉണ്ട്. ഇതിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന വണ്ടിയാണ്. രാവിലെ വന്ന മാവേലി എക്സ്പ്രസ് ആണ് അവിടെയുള്ളത്. ഇപ്പം ഇവിടെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ഇപ്പോൾ വരും. ഇവിടെ ഇതാ ഈ ട്രെയിനിൻ്റെ ഒരു നെയിം ബോർഡൊക്കെ തിരുവനന്തപുരം സെൻട്രൽ താമ്പരം. അപ്പോൾ 3 ഭാഷകളിലാണ് ഇവിടെ, 4 ഭാഷകളിലാണ് ഇവിടെ ബോർഡിലുള്ളത്. ട്രെയിനിൻ്റെ നമ്പർ 161-22. ഈ അമൃത് ഭാരതിനെ പറ്റി പറയുമ്പോൾ ഇതിന് മുഴുവനും non-AC കോച്ചുകളാണ്. അതായത് സ്ലീപ്പർ ക്ലാസ്സും അൺറിസർവ്ഡ് മാത്രമാണ് ഇതിനുള്ളത്. ഈ മുൻഭാഗത്തൊക്കെ അൺറിസർവ്ഡ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വണ്ടിക്ക് ജെർക്കിങ് ഒട്ടും തന്നെ ഇല്ല. ഞാൻ ജെർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജെർക്കിങ് ഒഴിവാക്കാൻ വേണ്ടി ഒരു സെമി പെർമനൻറ്റ് കപ്ലറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്മൂത്താണ്. ഇതിലാകെ 11 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. ഈ ഒരു കോച്ചിലേക്ക് നമുക്ക് കയറാം. ആരും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തെ വാഷ് ഏരിയൻ്റെയൊക്കെ ഒരു വൃത്തി ഇങ്ങനെയാണ്. സീറ്റിൻ്റെ ഒരു പൊസിഷനൊക്കെ ഇതാ. പിന്നെ ഈ ഒരു കളർ തീമില്ലേ, ഇത് നല്ല രസമാണ്. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം പെട്ടെന്ന് തന്നെ അഴുക്ക് വന്നാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗത്തെ ഒരു കാഴ്ചയൊക്കെ. ഇത് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയും കൂടെയാണ്. അതുകൊണ്ടാണ് കുറച്ചൊരു വൃത്തികേടായിട്ട് തോന്നുന്നത്. ഈ ഒരു താഴെ ഭാഗത്ത് നോക്കുമ്പോഴായാലും മനസ്സിലാവും. പിന്നെ ഇതാ ഇവിടെ ഒരു സ്ക്രീനുണ്ട്. CCTV ക്യാമറകളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് ചാർജിങ് പോയിന്റുകളും ഫോണൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഒക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഞങ്ങളുടെ സ്ലീപ്പർ ക്ലാസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലും ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്. ഇതിന്ന് താമ്പരത്തേക്ക് പുഷ്പുള്ളായിട്ട് പോകുന്ന ലോക്കോമോട്ടീവ് ആണ്. ഇതിൻ്റെ അകത്തും ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഉണ്ടാവും. മുമ്പിൽ 2 പേരുണ്ടാവും. അതായത് ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും. ഇനിയിപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഇനി നമ്മുടെ കോച്ചിലേക്ക് പോവാം. S5 ആണ് കോച്ച്. 2025 നിർമ്മിച്ച S5 കോച്ചിലാണ് ഇന്നത്തെ യാത്ര. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അതിൽ ഇങ്ങോട്ട് വരുന്ന അമൃത് ഭാരതിൻ്റെ നമ്പറാണ്. അത് അപ്ഡേറ്റ് ആയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട്. 8 സ്ലീപ്പർ കോച്ചുകൾ ആകെ ഉണ്ട് ഈ ഒരു ട്രെയിന്. 15ഉം 16ഉം ആണ് ഞങ്ങളുടെ ബർത്ത് നമ്പറുകൾ. സൈഡ് ലോവറും സൈഡ് അപ്പർ തന്നെയാണ്. പിന്നെ ഇവിടേക്ക് ഇപ്പം ഇവർ വന്ന് വൃത്തിയാക്കി പോയതേ ഉള്ളൂ. ലൈറ്റും ഫാനൊക്കെ ഓണായിട്ടുണ്ട്. ഉണ്ട് ഇപ്പോൾ ഇവിടെ നല്ല വെള്ളമുണ്ട് അത്ര. അത് ക്ലീൻ ചെയ്ത് പോയതിൻ്റെയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ബർത്തുകൾ. ഒരു സൈഡ് അപ്പറും ഒരു സൈഡ് ലോവറും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. കണ്ടോ, അനൗൺസ്മെൻ്റ് ഒക്കെ പക്കയായിട്ട് തന്നെയുണ്ട്. പിന്നെ
ഇവിടെ ഒരു ക്യാബിൻ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ തന്നെ നല്ലൊരു മിററുണ്ട്. ഇവിടെ തന്നെയാണ് ചാർജിങ് പോയിന്റുകളൊക്കെ ഉള്ളത്. പിന്നെ ഫോൺ വെക്കാനുള്ളൊരു ഭാഗമുണ്ട്. പിന്നെ അപ്പർ ബർത്തിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡറുണ്ട്. ഇവിടെ ലോവർ ബർത്തിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് കാണാം. ഫോണൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡറുണ്ട്. ഇവിടെ ഒരു ടേബിളുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സ്ലീപ്പർ ക്ലാസ് തന്നെയാണ്. പിന്നെ സൈഡ് ലോവറും സൈഡ് അപ്പറിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ സൈഡ് അപ്പറിൻ്റെ ആ ഭാഗത്ത് ചാർജിങ് പോയിന്റും ഫോൺ വെക്കാനുള്ള സൗകര്യം. സൈഡ് ലോവറിൻ്റെ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഒരു ഭാഗമൊക്കെ കാണാം. ഈ ട്രെയിനിൽ ഞങ്ങളുണ്ടല്ലോ 3 ദിവസം മുന്നെയാണ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തത്. 490 രൂപയാണ് തിരുവനന്തപുരം സെൻട്രൽ ടു താമ്പരം വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ്. അതുപോലെ തന്നെ അൺറിസർവ്ഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ 285 രൂപയായിരിക്കും ഒരു ഫുൾ ജേണിക്ക് വരിക. അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കൗണ്ടറിൽ പോയിട്ട് സാധാരണ എക്സ്പ്രസ് ആയാലും മെയിൽ ആയാലും സൂപ്പർ ഫാസ്റ്റിന്റെ ഒക്കെ ടിക്കറ്റ് ഇല്ലേ, അത് എടുത്തിട്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അമൃത് ഭാരത് എന്നിട്ട് പറഞ്ഞിട്ട് വേണം എടുക്കാൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെയിൽ വൺ വഴിയൊക്കെ ഓൺലൈൻ വഴി എടുക്കുമല്ലോ ഫോണിൽ, അന്നേരം ഓപ്ഷൻ ഉണ്ട് അമൃത് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി കൊടുത്തിട്ട് തന്നെ വേണം എടുക്കാൻ. അത് അമൃത് ഭാരതും അന്ത്യോദയൊക്കെ സെയിം തന്നെയാണ്. അല്ലാത്ത വർഷം എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ സമയത്ത് ഫൈനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ 10:40 ഇവിടുന്ന് എടുക്കുന്നത്. ഈ വണ്ടി ആഴ്ചയിൽ ഒരിക്കലാണെന്ന് പറഞ്ഞു. അതായത് ഇന്നലെ ബുധനാഴ്ച വൈകിട്ട് 5:30 താമ്പരം ഈ വണ്ടി പുറപ്പെട്ടത്. രാവിലെ ഒരു 8 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്. പക്ഷേ ഇന്ന് രാവിലെ 7 ആകുമ്പോൾ തന്നെ വണ്ടി എത്തി. എന്നിട്ടൊരു 7:30 എത്തിയ ശേഷം വളരെ കുറച്ച് സമയത്ത് മാത്രമേ തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തിയിടുന്നുള്ളൂ. അന്നേരം തന്നെ ക്ലീനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഏകദേശം ഒരു രാത്രി ഒരു 11:30 ടൈം പറയുന്നത്. ഒരുപാട് ലേറ്റ് ആവും നമ്മൾ എന്തായാലും ചെന്നൈയിൽ എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പുറപ്പെട്ട ശേഷം നാഗർകോവിൽ, തിരുനെൽവേലി, മധുരൈ, തിരുച്ചിറപ്പള്ളി ആ ഒരു വഴി തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 11:35 തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ ഈ 2 വണ്ടികളും തിരുച്ചിറപ്പള്ളി വരെ ഒരേപോലെ തന്നെയാണ് പോവുക. 10:40 പുറപ്പെടേണ്ട ട്രെയിൻ 15 മിനിറ്റ് വൈകി 10:55 പുറപ്പെട്ടത്. കാരണം ഈ ഒരു ട്രെയിൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു. കന്യാകുമാരി പൂനെ എക്സ്പ്രസ്. ഇനി ഒരു ട്രെയിൻ കൂടെ വരാനുണ്ട്. തിരുനെൽവേലി, ഗാന്ധിധാം, ഹംസഫർ. ഈ ഒരു സ്ലീപ്പർ കോച്ചിന്റെ അകത്ത് ആകെ 80 ബെർത്തുകളാണ് ഉള്ളത്. പിന്നെ ഇപ്പം മുഴുവൻ ബെർത്തുകളും വേക്കൻ്റ് ആണെന്നൊക്കെ പറയാം. കാരണം തിരുനെൽവേലി എത്തുമ്പോഴാണ് വണ്ടി ഓൾമോസ്റ്റ് ഫുൾ ആവുക. പിന്നെ നല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലേ? വൃത്തിയുണ്ട്. രാവിലെ എത്തിയ സമയത്ത് തന്നെ നല്ല രീതിയിൽ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മംഗലാപുരത്ത് നാഗർകോവിലേക്ക് പോകുന്ന അമൃത് ഭാരതില്ലേ, അതിൽ പാൻട്രി കോച്ചൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എന്താ പറയാ വലിയ ആക്റ്റീവ് അല്ല. പക്ഷെ ഇതിൽ എന്ന് പറഞ്ഞാൽ വണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഇവിടെ പാൻട്രി ആക്റ്റീവ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ടോയ്ലറ്റിന്റെ വൃത്തി നമുക്ക് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൃത്തിയായിട്ടുണ്ട്. ഇവിടെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിലും വന്ദേ ഭാരതിൽ അമൃത് ഭാരതിന്റെ ഒക്കെ ഈ ഒരു വാഷ്റൂമിന്റെ ഭാഗമായാലും നല്ല വൃത്തിയാണ്. ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ തിരുനെൽവേലി, ഗാന്ധിധാം, ഹംസഫറിനെ കാണാം. ഞങ്ങൾ ഈ ട്രെയിനിൽ മുഴുവൻ യാത്ര പോയിട്ടുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് ഗാന്ധിധാം വരെ സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു യാത്ര. നേമത്ത് ഒരുപാട് പണികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരം നാഗർകോവിൽ ഡബിൾ ലൈനിൻ്റെ വർക്കുകളാണ് ഇവിടെ കാണുന്നത്. നിലവിലിപ്പോൾ ഇത് സിംഗിൾ ലൈനായിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായല്ലോ. എന്തായാലും ഡബിൾ ലൈൻ വന്നാൽ കുറച്ചും കൂടെ ഒരു വേഗത്തിൽ ട്രെയിനുകൾക്ക് എത്താം. കാരണം ഇപ്പോൾ തന്നെ നേരത്തെ കണ്ടില്ലേ ഹംസഫറിനെ അവിടെ പിടിച്ചിട്ടത്, അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടും. എന്തായാലും ഈ പണികളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം ഇത് തന്നെയാണ്.
ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. NYY എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇവിടെ ഇനിയിപ്പോൾ കന്യാകുമാരി KSR ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ് വരാനുണ്ട്. പാർക്കിംഗ് ആണ് ഈ ഭാഗത്ത്. ട്രെയിൻ ഇതാ പാറശാല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ വണ്ടി ഓൾറെഡി നിർത്തി. അതായത് പാറശാല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അവസാന റെയിൽവേ സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറും. ഇവിടെ ട്രെയിൻ നിർത്താൻ കാരണം ഒരു വണ്ടി ആ ഭാഗത്ത് ഇങ്ങോട്ട് വരാനുണ്ട്. കന്യാകുമാരി KSR ബംഗളൂരു ഐലൻഡ്, അത് ഇപ്പോൾ ഇവിടെ എത്തും. കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഡബിൾ ലൈൻ ആയാൽ പിന്നെ ഇങ്ങനെ ഉള്ള ഒരു ഈ നിർത്തിയിടലൊന്നും വേണ്ടല്ലോ, അത് ഒഴിവാക്കിട്ടാം. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള നല്ലൊരു ട്രെയിനാണിത്. ഇവിടെ ഈ ഡോറിന്റെ ഭാഗത്ത് തന്നെ ഒരു എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കോച്ചിന്റെ അകത്തോ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ലോക്കോ പൈലറ്റിനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിനാണ് ഈ ഒരു സിസ്റ്റം ഉള്ളത്. അതായത് ഇത് ഇവിടെ പ്രസ് ചെയ്ത് ഇതുവഴിയാണ് സംസാരിക്കേണ്ടത്. അതിന്റെ ആ മൈക്ക് ഉള്ളത് അവിടെയാണ്. ലോക്കോ പൈലറ്റ് ഇതാ ഇതുവഴിയാണ് സംസാരിക്കുന്നത്, നമുക്ക് കേൾക്കാം. സ്പീക്കർ ഇവിടെയാണ്. ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ഇത് ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത്. അത്രയും അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക. ഇത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഇവിടെ ഇതാ വ്യക്തമായി കൊടുത്തിരിക്കുന്നത് കാണാം. അങ്ങനെ ഇതാ പാറശാലയിൽ നിന്ന് ട്രെയിൻ എടുത്ത് ഇനിയൊരു സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടണലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് കയറും. രാത്രി വരെ നമ്മൾ തമിഴ്നാട് വഴി തന്നെയാണ് യാത്ര. ഇവിടെ ഇപ്പം സ്റ്റേഷൻ്റെ ഈ ഭാഗത്തൊക്കെ തമിഴൊക്കെ കാണാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ തമിഴ്നാട്ടിലെ തന്നെയാണല്ലോ, കുഴിത്തുറയിൽ. അവിടെ എത്തിയാൽ ഈ ഒരു മലയാളമൊന്നും കാണൂല. ഇവിടെ എല്ലാ ഭാഷയുണ്ട്. അതിപ്പോൾ നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തേക്ക് പോയാൽ അവിടെ കന്നഡയൊക്കെ കാണും. നേരെ കുറച്ച് കർണാടകത്തിൽ കയറി അവിടെ മലയാളം കാണില്ല. തമിഴ്നാട്ടിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ കുഴിത്തുറൈ 11:49. ഇവിടെ ഈ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ്. നേരത്തെ ടോയ്ലറ്റിന്റെ വൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് ഓക്കെ തന്നെ പറയാം. പക്ഷെ വണ്ടി റണ്ണിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഒന്നങ്ങനെ ചെന്നൈയിൽ നിന്ന് ഓടി തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് തന്നെ അധികം നേരം നിർത്തുന്നില്ലല്ലോ, അന്നേരം തന്നെ റിട്ടേൺ വരാറായില്ലേ. കൂടാതെ തന്നെ ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതേത് വണ്ടി എന്ന് പറഞ്ഞാൽ ട്രെയിൻ നമ്പർ 16107 താമ്പരം സാന്ദ്രകാച്ചി അമൃത് ഭാരതമായിട്ട് ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതും അത് നമ്മൾ ഓടുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച ആണല്ലോ, ഇതിപ്പോൾ രാത്രി ഒരു 11:45 ഒരു വണ്ടി താമ്പരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വെള്ളിയാഴ്ച വൈകിട്ട് 3:30 ഇത് കൊൽക്കത്തയിലെ സാന്ദ്രകാച്ചിക്ക് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് ഒരു 8 മണിയോട് കൂടി രാത്രിക്ക് അവിടെ എത്തും ഈ വണ്ടി. അന്ന് തന്നെ ശനിയാഴ്ച തന്നെ ആ വണ്ടി റിട്ടേണും വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 11:55 ഇത് റിട്ടേൺ തിരിച്ച് താമ്പരത്തേക്ക് വരുന്നത്. വിട്ട് കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടി തിങ്കളാഴ്ച രാവിലെ ഒരു 9 മണിയോട് കൂടി ഈ വണ്ടി താമ്പരത്തെത്തും. തിങ്കളാഴ്ച എത്തിയ വണ്ടി ഒരു 2 ദിവസം കടന്ന ശേഷമാണ് ബുധനാഴ്ച വൈകിട്ട് 5:30 ഇത് തിരുവനന്തപുരത്തേക്ക് വീണ്ടും വരുന്നത്. ട്രെയിൻ ഇപ്പോൾ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്. ഈ സമയത്തൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ചൂടാണ്. ട്രെയിൻ വന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. സ്റ്റേഷൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായ കാഴ്ചയാണ്. അങ്ങ് ഏറ്റവും പുറകിലായി വലിയ മലനിരകൾ, പിന്നെ ഇതാ ഈ ഭാഗത്ത് ഒരുപാട് തെങ്ങുകൾ, അതിൻ്റെ ആ ഭാഗത്ത് ഇതാ നെൽപ്പാടം, ഒരുപാട് കന്നുകാലികളെയും ഇതാ ഈ ഭാഗത്ത് കാണാം. സ്റ്റേഷൻ വിട്ട ഉടനെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. പുത്തേരി എന്നാണ് ഈ ഒരു തടാകത്തിൻ്റെ പേര്. ഇനി ഇവിടെ മുതൽ വലിയൊരു വളവാണ്. ആ ഒരു ലോക്കോമോട്ടീവിനിടാം.
ഇതിനെക്കാട്ടിയും ബാൻഡറി നല്ല വേസ്റ്റ് ആണിതാ. എൻ്റെ പൊന്നേ, എല്ലാം ഇട്ടു, ഇതാ മുഴുവൻ ഇട്ടു അവിടെ, ഒന്നും ബാക്കിയില്ല. ഈ തിരുനെൽവേലി ഭാഗത്ത് കന്യാകുമാരി ഭാഗത്തേക്ക്, അതായത് നാഗർകോവിൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇതിനെക്കാട്ടിയും വലിയ വളവുള്ളത്. കുറച്ചും കൂടെ കൂടുതലാണ്. പുഷ്പൾ ലോക്കോമോട്ടീവ്. ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് വിൻഡ് മിൽസൊക്കെ കാണാനായി സാധിക്കും. ഒരു കിടിലൻ റൂട്ട് തന്നെയാണിത്. ഈ ഭാഗത്ത് കൂടുതലും വലിയ വലിയ മലനിരകളാണ്. അതൊക്കെ ഒരുപാട് ദൂരെയാണ്. അതിൻ്റെ ആ ഒരു താഴ്വാരത്തേക്ക് ഒരുപാട് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. ഇനിയിപ്പോൾ ഈ ഒരു മലയൊക്കെ ചുറ്റി കറങ്ങി തന്നെയാണ് നമ്മൾ പോവുക. അതിൽ പലതും കറങ്ങുന്നില്ല. ഇവിടെ നല്ല കാറ്റാണ്. പന്ത്രണ്ട് 57 ട്രെയിൻ ഇപ്പോൾ വള്ളിയൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. വള്ളിയൂരിൽ ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത അമൃത് ഭാരത ഉള്ളത്. അതായത് മാംഗ്ലൂർ ജംഗ്ഷൻ, നാഗർകോവിൽ ജംഗ്ഷൻ. ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഒന്നും തന്നെയില്ല. അവിടെ ഇതാ ഒരു ട്രെയിനിൻ്റെ ബോർഡൊക്കെ കാണാം. നാഗർകോവിൽ ജംഗ്ഷൻ, മംഗളൂരു ജംഗ്ഷൻ, അമൃത് ഭാരതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നൊരു വ്യാഴാഴ്ചയാണ്. ഇനി ആ ട്രെയിൻ സർവീസ് ഉള്ളത് ചൊവ്വാഴ്ച രാവിലെയാണ്. എന്നിട്ട് ബുധനാഴ്ച അവിടുന്ന് വീണ്ടും തിരിച്ചു വരുന്നൊരു വണ്ടിയാണത്. ആ വണ്ടിക്ക് ഒരു റേക്ക് ഷെയറിംഗ് കൂടെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഉപകാരപ്പെട്ടനെ. കാരണം ഇത്രയും ദിവസം വെറുതെ ഇവിടെ കിടക്കുവാണല്ലോ. അതുപോലെ തന്നെ ഈ വണ്ടി എന്ന് പറയാ ഈ മാവേലി മലബാറും പോലത്തെ രാത്രി ഓടുന്ന ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടതാണ്. ചെന്നൈ എഗ്മോർ നാഗർകോവിൽ ജംഗ്ഷൻ വന്ദേ ഭാരത്. ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിന് നാഗർകോവിൽ പോയിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് പോകുമല്ലോ. ഈ വന്ദേ ഭാരത് നമ്മുടെ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യും. തിരുച്ചെന്തൂർ ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ഇതാ അടുക്കുകയാണ്. തമിരാഭരണി റിവർ. ഇപ്പൊക്കെ എന്തായാലും വെള്ളമൊക്കെ തീരെ കുറവ് തന്നെ ആയിരിക്കും. നല്ല ചൂടല്ലേ. ഒരുപാട് പേര് അവിടെ നിന്ന് സമയത്ത് കുളിക്കുന്നൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ഇറക്കി അടിപൊളിയല്ലേ. ആകെ കുറച്ച് വെള്ളമുള്ളത് ഈ ഭാഗത്താണ്. ശരിക്കും ഇതുപോലുള്ള നദി വഴിയൊക്കെ ഇങ്ങനെ ട്രെയിനിൽ കടന്നു പോകുമ്പോൾ നല്ല ചൂടല്ലേ. ഇപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കാനാണ് തോന്നുന്നത്. വലിയൊരു വളവാണ്. നദി കഴിഞ്ഞ ഉടനെ തന്നെയാണ് തെങ്കാശി ചെങ്കോട്ടയ ഭാഗത്തേക്കുള്ള ലൈൻ. സിംഗിൾ ലൈനാണിത്. തിരുനെൽവേലി നഗരത്തിൻ്റെ ഒരു കാഴ്ച. ഇത് ഡബിൾ ഡെക്കർ പാലാണ്. ഇത് താഴെയുണ്ട് മുകളിലുമുണ്ട്. 1:30 ട്രെയിൻ ഇതാ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ട്രെയിൻ വരുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ്.
നമുക്ക് ഇവിടുന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കാം. എന്തായാലും പ്ലാറ്റ്ഫോമിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. TEN എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് അങ്ങാ കാണുന്നത്. നമ്മൾ നേരത്തെ ഒരു വന്ദേ ഭാരതിനെ കണ്ടില്ലേ? അത് ചെന്നൈക്കുമാർന്ന് നാഗർകോവിലേക്കുള്ള വന്ദേ ഭാരതാണ്. അതുപോലെ തന്നെ ചെന്നൈക്കുമാർന്ന് തിരുനെൽവേലിയിലേക്കും വന്ദേ ഭാരത് ഉണ്ട്. കാരണം ഇത് ഈ റൂട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും തിരക്കേറിയ ഒരു റൂട്ടാണ്. എനിക്ക് ഇവിടുന്ന് അൺറിസർവ്ഡ് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. കൂടുതലും അൺറിസർവ്ഡ് തന്നെയാണ്. തിരുനെൽവേലിയിൽ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. എന്തായാലും ഇവിടുന്ന് നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വാങ്ങിക്കാം. വെജിറ്റബിൾ ബിരിയാണിക്ക് 50 രൂപയാണ് ഒരെണ്ണത്തിന്. പിന്നെ ഇവിടെ ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇത് ചെറിയൊരു പാക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു മീഠാ ദഹി കൂടെ വാങ്ങിച്ച് ഇതിന് 25 രൂപയാണ്. ഇവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നില്ലാന്ന് കരുതി, അതുകൊണ്ട് തന്നെയാണ് വെജ് ബിരിയാണി വാങ്ങിച്ചത്. പിന്നെ ഇത് ഓപ്പണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു റൈറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുവഴി പലതവണ പോയപ്പോഴും ഈ വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ് കൂടുതൽ വാങ്ങിച്ചത്. ഞങ്ങൾ നമ്മുടെ തിരുച്ചിറപ്പള്ളി, തിരുവനന്തപുരം ഇൻ്റർസിറ്റിക്ക് പോയ സമയത്ത് ഇത് തന്നെയാണ് വാങ്ങിച്ചത്. തൂത്തുക്കുടി ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണിത്. വാഞ്ചി മണിയാച്ചി ജംഗ്ഷനിലേക്കാണ് ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഷൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് വിൻഡ് മിൽസുകളുണ്ട്. എവിടെയാണ് കൂടുതലും. വാഞ്ചി മണിയാച്ചി ജംഗ്ഷൻ ഇതാ സ്കിപ്പ് ചെയ്യാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല വീതിയാണ്. ഇത് അങ്ങ് മുൻഭാഗത്തുള്ള ഒരുപാട് വിൻഡ് മിൽസുകൾ. രണ്ട് 25 ട്രെയിൻ ഇപ്പോൾ കോവിൽപ്പട്ടി സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ അമൃത് ഭാരതിൽ ഇത് രാജ്യത്തിലെ 25ാമത് അമൃത് ഭാരതാണ്. ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ സദേൺ റെയിൽവേയിൽ ചെന്നൈ ഡിവിഷന്റെ വണ്ടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ 3 അമൃത് ഭാരത് വന്നല്ലോ. ജനുവരി മാസം 23-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വീഡിയോ കോൺഫറൻസ് വഴി അത് ഉദ്ഘാടനം ചെയ്തത്. അതേസമയം തന്നെയാണ് ഇതും വന്നത്. 2:50 ട്രെയിൻ ഇപ്പോൾ സാത്തൂർ എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. 3:12 ട്രെയിൻ ഇപ്പോൾ ബിരുദനഗർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇത് ജംഗ്ഷൻ ആവാൻ കാരണം ഇവിടെ നിന്ന് 4 ലൈനുകളാണ് പോകുന്നത്. ഒന്നിപ്പോൾ നമ്മൾ വന്ന തിരുനെൽവേലി, ഇനിയിപ്പോൾ പോകുന്ന മധുരൈ, മറ്റൊന്നുള്ളത് മനാമധുരൈ, പിന്നൊന്നുള്ളത് നേരെ ശിവകാശി വഴി ചെങ്കോട്ടൈ ഭാഗത്തേക്ക്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഈ റൂട്ടിലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ഇപ്പം ഇവിടെയൊക്കെ അസഹനീയമായ ചൂടാണ്. ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കാറ്റും കൊണ്ട് കിടന്നുറങ്ങിയാൽ ഇതാ നവി ഇപ്പം കിടന്നുറങ്ങുന്ന പോലെ തന്നെയാണ്. ഈ കട്ട് നവി അറിയാതെ എടുക്കുന്നതാണ്. വായു പൊളിച്ച് അവിടെ കിടന്നുറങ്ങുന്നത് കാണാം. ഏറെക്കുറെ എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ. ട്രെയിൻ ഇപ്പോൾ തിരുപ്പറൻകുണ്ട്രം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെയാണ് മുരുകൻ്റെ ക്ഷേത്രമുള്ളത്. ഇത് രാമനാഥപുരം വഴി രാമേശ്വരം ഭാഗത്തേക്കുള്ള ലൈനാണ്. നമ്മളങ്ങനെ മധുരൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. 3:54 ട്രെയിൻ ഇപ്പോൾ മധുരൈ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 3:55 എത്തേണ്ടത്. 1 മിനിറ്റ് മുന്നേ എത്തി. മധുരയിൽ നിന്നുള്ള തിരക്കാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിച്ചി, ചെന്നൈ ഭാഗത്തേക്കുള്ള നല്ലൊരു വണ്ടി തന്നെയാണല്ലോ ഇത്. ഇവിടെ സ്റ്റേഷൻ്റെ നവീകരണം നടക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സൗകര്യമൊക്കെ കുറവാണ്.
Attention please. Train number 1612 Trivandrum, Tambaram. മധുരയിൽ നിന്നൊരു പാരലൽ റണ്ണാണ്. രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്. നല്ലൊരു ഫ്രെയിം തന്നെ അതിലെ. ഈ ട്രെയിനിന് ഇവിടെ നിന്നിപ്പോ നല്ല തിരക്കുണ്ടാവും. അമൃത് ഭാരത് എക്സ്പ്രസ് ഇതാ വൈഗൈ റിവർ ക്രോസ് ചെയ്യുകയാണ്. ഇപ്പം അടുത്ത സ്റ്റോപ്പ് ഡിണ്ടിഗൽ. മധുരയിൽ നിന്നും ഈ ട്രെയിനിൽ ഇത്ര തിരക്ക് വരാനുള്ള ഒരു കാരണം എന്താ അറിയോ? ഈ സമയത്ത് മറ്റൊരു അൺറിസർവ്ഡ് ട്രെയിൻ ഇല്ല ചെന്നൈയിലേക്ക്. ഡെയിലി സർവീസ് ഉള്ള ഗുരുവായൂർ ചെന്നൈക്മോർ ട്രെയിൻ രാവിലെ 11:30 പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വീക്ക്ലി ട്രെയിൻ ഉണ്ട്. അത് 12:10 മധുരയിൽ നിന്ന് രാജസ്ഥാനിലെ ബിക്കാനറിലേക്ക് പോകുന്ന അനുരാധ AC എക്സ്പ്രസ്. അത് AC എക്സ്പ്രസ് ആയതുകൊണ്ട് എല്ലാവർക്കും അതിൽ പോകാൻ പറ്റണമെന്നില്ലല്ലോ. പിന്നെയുള്ളത് തേജസ് ആണ്. അത് 3:30, അതും ഫുൾ AC ആണല്ലോ. പിന്നെയാണ് ഈ ഒരു അമൃത് ഭാരത് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ വീക്ക്ലി വണ്ടിയാണല്ലോ. ഇത് ഡെയിലി ആക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടേനെ. എന്നാലിപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു വണ്ടി മധുരയിൽ ഈ ഒരു ദിവസം ഉള്ളത് കൊണ്ട് ഉപകാരപ്പെട്ടല്ലോ. കാരണം കൂടുതൽ ആൾക്കാർ അൺറിസർവ്ഡ് തന്നെയാണ് കയറാനുണ്ടായത്. ഇതിന് ശേഷം പിന്നെയുള്ള ചെന്നൈയിലേക്കുള്ള വണ്ടി വന്ദേ ഭാരതാണ്. അതായത് നമ്മുടെ നേരത്തെ ഒരു വണ്ടി അങ്ങോട്ട് പോയല്ലോ, നാഗർകോവിൽ ചെന്നൈക്മോർ. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെ ഇതുവഴി റോഡും പോകുന്നത് കാണാം. ശ്രീനഗർ കന്യാകുമാരി ഹൈവേ ആണിത്. പിന്നെ ഇതാ അങ്ങ് പുറകിലായി വലിയ വലിയ മലനിരകൾ. നല്ല റോഡായതുകൊണ്ട് ഇന്ന് എത്ര പെട്ടെന്ന് വണ്ടികൾക്കൊക്കെ പോവാം. കണ്ട് ഒരുപാട് ദൂരം ഈ റോഡും റെയിൽ ട്രാക്കും ഒരുപോലെ തന്നെയാണ് പോകുന്നത്. ഒരു ബസ്സൊക്കെ വരുന്നതാണ്. നാല് 55 ട്രെയിൻ ഇപ്പോൾ ഡിണ്ടുഗൽ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. ഈ ലോകമാന്യ തിലക് മധുരൈ. ഡിണ്ടിഗലിൽ ഇവിടെ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതാണ് തിരുച്ചിറപ്പള്ളി. ട്രെയിൻ ഇപ്പോൾ 110 പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ട്രെയിൻ ഇന്ന് ഡിലേ ഇല്ല കേട്ടോ, ഓൺ ടൈം തന്നെയാണ്. ഇനി ചെന്നൈ ഭാഗത്തൊക്കെ എത്താനാവുമ്പോൾ ഡിലേ ആവുമോയെന്ന് അറിയില്ലല്ലോ, എന്തായാലും നോക്കാം. 6:05 ഇപ്പോൾ 6:25 ട്രെയിൻ തിരുച്ചിറപ്പള്ളിയിൽ എത്തേണ്ടത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ സ്റ്റേഷനിലോട്ടുള്ളൂ. വണ്ടി നേരത്തെയാണ്, മിക്കവാറും ഇവിടെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഇതാ ട്രെയിൻ ഔട്ടറിൽ നിർത്തി. ഇനിയിപ്പോൾ ഒരു സമയമാകുമ്പോഴേ ഇവിടെ നിന്ന് എടുക്കുള്ളൂ. ഇനി അടുത്ത പ്രശ്നം ഇതിവിടെ നിർത്തി ലേറ്റ് ആവുമെന്നാണ്. 6:16 ട്രെയിൻ ഇതാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. സ്റ്റേഷൻ്റെ കോഡ് TPJ. 6:18. ഇനിയിപ്പോൾ വണ്ടി ഇവിടുന്ന് 6:30 എടുക്കുള്ളൂ. ഇവിടെ 5 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. വണ്ടി നേരത്തെ തന്നെ എത്തിയല്ലോ. പിന്നെ ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗ് റൂം, ഡോർമെട്രി, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. തമിഴ്നാട്ടിലെ തന്നെ നല്ലൊരു കിടിലൻ റെയിൽവേ സ്റ്റേഷനാണ് ട്രിച്ചി. ഈ വണ്ടി നേരത്തെ തന്നെ ട്രിച്ചിയൊക്കെ എത്തിയല്ലോ. കുറച്ചും കൂടെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചെന്നൈയിൽ നേരത്തെ തന്നെ എത്താമായിരുന്നു. പിന്നെ
ട്രിച്ചിയിൽ നിന്ന് തന്നെ ഞങ്ങൾ രാത്രിക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാ. ഈ ട്രെയിൻ നിർത്തിയതിൻ്റെ തൊട്ട് ഇവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് രാത്രിക്കുള്ള ഭക്ഷണം വാങ്ങി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ചായയോ ബദാം മിൽക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കുടിക്കാം, കാരണം ഒരു സമയമായല്ലോ. ഞങ്ങളെ 2 ചൂട് ബദാം മിൽക്ക് വാങ്ങിയേ. ഈ ഒരെണ്ണത്തിന് 15 രൂപയാണ്. 6:30 തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. അടുത്ത സ്റ്റോപ്പിന് ശ്രീരംഗം. ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയൊരു വളവാണേ. ട്രെയിനിൻ്റെ മുൻഭാഗമൊക്കെ അങ്ങ് അവിടെ എത്തി. കാവേരി നദി. കർണാടകയിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ തന്നെ മയിലാടുതുറൈ വഴിയൊക്കെ ഈ കാവേരി നദി ഒഴുകുന്നുണ്ട്. ഇനി ശ്രീരംഗം എത്തും. അതായത് ശ്രീരംഗം കഴിഞ്ഞ ഉടനെ തന്നെ കൊള്ളിടം നദി നമ്മൾ ക്രോസ് ചെയ്യും. അതായത് ശ്രീരംഗം ഒരു ദ്വീപാണ്. 6:50 ട്രെയിൻ ഇപ്പോൾ ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനിലെത്തിയ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ക്ഷേത്രം കാണാം. 7:28 ട്രെയിൻ ഇപ്പോൾ അരിയലൂർ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 7:32 എത്തേണ്ടത്, നേരത്തെ എത്തി. അരിയലൂർ. ഇനിയിപ്പോൾ ഇവിടുന്ന് 7:34 ട്രെയിൻ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കോച്ചിൻ്റെ എല്ലാ ഭാഗത്തും സ്ക്രീൻ ഉള്ളത് കൊണ്ട് നൈറ്റ് നല്ല രസമാണ്. ഇവിടെ ഇതാ ഓരോ ഭാഷകളിലും ആ ഒരു പേരുകളൊക്കെ എഴുതി പോകുന്നത് കാണാം. നമ്മുടെ മലയാളവും ഉണ്ട്, ഇപ്പം ഹിന്ദിയായി. ഇനിയിപ്പോൾ അടുത്തത് ഏത് ഭാഷയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ മലയാളം. മലയാളത്തിലെ ആ ഒരു വാക്കുകളൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ചില ട്രെയിനിലൊക്കെ വളരെയധികം തെറ്റായിട്ടാണ് കാണിക്കാറുള്ളത്. ഇത് കറക്റ്റാണ്. ഈ ട്രെയിനിലത്തെ പാൻട്രിയൊക്കെ നല്ല ആക്റ്റീവ് തന്നെയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ചിക്കൻ കറി, ചപ്പാത്തി, വെജ് കറി, ചപ്പാത്തി അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ട്രിച്ചിയിൽ ഓൾറെഡി ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ മുന്നിൽ തന്നെ വണ്ടി നിർത്തിയോണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റി. ഞങ്ങൾ 2 സെറ്റിൽ ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. ഒരു സെറ്റിന് 40 രൂപയാണ് ആയത്. പിന്നെ ഇതിൽ തന്നെ ഡേറ്റ് ഒക്കെ എഴുതിയത് കാണാം. പിന്നെ ഇതിൻ്റെ അകത്ത് 4 പീസ് ഇഡ്ഡലി ഉണ്ട്, ചമ്മന്തി പൊടിയുണ്ട്, പിന്നെ സെപ്പറേറ്റ് വേറെ ചട്നിയും ഉണ്ട്. ഇവിടെ ഇതാ സാമ്പാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ 2 വട കൂടി വാങ്ങിച്ചിട്ടാ. 8:13 ട്രെയിൻ ഇപ്പോൾ ഇതാ വൃത്താചലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 8:14 ഇപ്പോൾ. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. പിന്നെ അടുത്തത് വിഴുപ്പുറം. അതിൻ്റെ ഇടയിൽ മിക്കവാറും ഈ ട്രെയിനിനെ നാഗർകോവിൽ, ചെന്നൈക്കുമാർ, വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഉലുന്തൂർപേട്ട എന്നൊരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയേ. ഇനി ഇവിടുന്നാണ് വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യുക. ഓവർടേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേഷനിൽ വണ്ടി കൊണ്ട് നിർത്തിയ സ്ഥലം കുറച്ച് മാറിപ്പോയി. കാരണം എന്താ പറയുക, അങ്ങ് അതിലൂടെയാണ് ഇനിയിപ്പോൾ വന്ദേ ഭാരത് പോവുക. ഇവിടെ കാടാണ്. വണ്ടി ഇപ്പോൾ എത്തും. നാഗർകോവിൽ, ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത് ഇതാ അമൃത് ഭാരത് എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. ഈ രാത്രി 11 മണിയൊക്കെ ആകുമ്പം ചെന്നൈ എഗ്മോറിലെത്തും. ഈ ട്രെയിനിലേക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും തിരക്കാണ് ഇതിലൊക്കെ. ഒമ്പത് 25 ട്രെയിൻ ഇപ്പോൾ ഇതാ വിഴുപ്പുറം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ട്രെയിനിപ്പോൾ കുറച്ച് ഡിലേ ആയി. ഇതാ ഓവർടേക്കിങ്ങിന് വേണ്ടി നിർത്തിയല്ലോ, അതാണ് ഡിലേ ആയത്. വിഴുപ്പുറത്തുനിന്നും ആൾക്കാരൊക്കെ ഉണ്ട് കയറാൻ. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. വിഴുപ്പുറത്ത് ഈ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ജംഗ്ഷനാണ് വിഴുവരം വരുന്നത്. 5 ലൈൻ ഉണ്ട് ഇവിടുന്ന് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ വന്ന വൃദ്ധാചലം ലൈൻ, ഇനിയിപ്പോൾ പോകുന്ന ചെങ്കൽപ്പേട്ട് ലൈൻ, അതുപോലെ തന്നെ ഇവിടുന്ന് പുതുച്ചേരിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ തിരുവണ്ണാമല വഴി കാട്ട്പാടിയിലേക്ക്, അതുപോലെ തന്നെ ഇവിടെ നേരെ മയിലാടുതുറയിലേക്ക് പോകുന്നുണ്ട്. 10:52 ട്രെയിൻ ഇപ്പോൾ ഇതാ ചെങ്കൽപ്പട്ടു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം കാഞ്ചീപുരത്തേക്ക് ഇവിടുന്നൊരു ലൈനുണ്ട്.
ഇപ്പം അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള താമ്പരം. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ കയറാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ചെറിയൊരു വളവിലാണ് സ്റ്റേഷൻ. ആൾക്കാരേ ഇല്ല, ഇവിടെ ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. മഹാബലിപുരത്തേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് ബസ് കിട്ടും. ഞങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ. തിരുവനന്തപുരത്ത് നിന്നും 768 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ താമ്പരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 11:25 ഇപ്പോൾ. എനിക്ക് തോന്നുന്നു നമ്മൾ വന്നത് അവസാന പ്ലാറ്റ്ഫോമിലേക്കാണെന്നാ. അത് ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. ഇങ്ങനെ ഒരു ദീർഘമായ യാത്ര ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അയ്യോ, ഇത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 10 പ്ലാറ്റ്ഫോമുകളാണ് ആകെ ഉള്ളത്. 6ലേക്കാണ് വന്നത്. गाड़ी संख्या 16179 चेन्नई एयरपोर्ट मन्नारगुडी वन्ने एक्सप्रेस प्लेटफॉर्म नंबर 7 से थोड़ी ही താമ്പരം. ഇനിയിപ്പോൾ ഇവിടുന്ന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് 25 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. 11:57 ഒരു സബർബൻ ട്രെയിൻ ഉണ്ട്. അതാണ് അവസാനത്തെ വണ്ടി. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ചെന്നൈ എഗ്മോർ ആ ഒരു സെൻട്രലിൻ്റെ ഭാഗത്തേക്ക് പോവാം. എല്ലാവരും ഇതാ ഇറങ്ങി പോവുകയാണ്. നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ ഇവിടത്തേക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് റിട്ടയറിംഗ് റൂമിൻ്റെ ഭാഗത്തേക്കാണ്. ഞങ്ങളിന്ന് ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്ത് റൂമിൻ്റെ കീയും കിട്ടി. റൂം നമ്പർ 101 ഞങ്ങളുടേത്. താമ്പരത്തെ നോൺ AC മുറി ഇതാണ്. 2 ഫാനൊക്കെ ഇവിടെ ഉണ്ട്. 2 കട്ടിലും വ്യത്യസ്തമായ ഭാഗത്താണ് ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള റൂം തന്നെ പറയാം. അത്യാവശ്യം ഒരു ടേബിളും ഒരു മിററും ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ബാത്റൂമും ടോയ്ലറ്റും വരുന്നത്. ഈ റൂം ഞങ്ങൾ ബുക്ക് ചെയ്തത് 24 മണിക്കൂർ ടൈം സ്ലോട്ടിലാണ്. ഇന്ന് രാവിലെ 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെ 24 മണിക്കൂർ സമയത്തേക്ക് ഈ റൂമിന് വെറും 440 രൂപ മാത്രമേ വാടക വരുന്നുള്ളൂ. ഇതൊരു ബഡ്ജറ്റ് റൂം തന്നെയാണ്. ഞങ്ങൾ ഇവിടെ റൂം എടുക്കാൻ കാരണം ഇനിയിപ്പം ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട്, അതായത് ചെങ്കൽപ്പട്ടുന്ന് വരുന്ന ആ ഒരു ട്രെയിനാണത്. അതെന്തായാലും 12 മണി കഴിയും അവിടെ ചെന്നൈയിൽ എത്തുമ്പോൾ. എന്തായാലും റൂമൊക്കെ അന്വേഷിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഇവിടെ ഓൾറെഡി റൂം ഉണ്ടാകുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാമെന്ന് കരുതി. ഇത് കിട്ടേണ്ടതല്ല. കാരണം ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അന്ന് ഇവിടെ നോക്കിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഒന്നും കൂടെ നോക്കി, അപ്പം ഉണ്ടായി. അത് വരാൻ കാരണം ബുക്ക് ചെയ്ത് ആരോ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ വള്ളിയൂരിൽ നിന്ന് കണ്ടില്ലേ നമ്മുടെ മംഗളൂരു നാഗർകോവിൽ അമൃത് ഭാരത്, അത് റേക്ക് ഷെയറിങ്ങിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇപ്പൊ പുതുതായിട്ട് ഒരു അമൃത് ഭാരത് കൂടെ വരുന്നുണ്ടല്ലോ, നാഗർകോവിൽ ടു ചർലപ്പള്ളി. അത് നമ്മുടെ കേരളത്തിൽ കൂടെ ഓടുന്നതല്ല എങ്കിലും അത് സദേൺ റെയിൽവേന്റെ ആണല്ലോ, അതായത് ട്രിവാൻഡ്രം ഡിവിഷന്റെ. അതുകൊണ്ട് ആ ഒരു റേക്ക് ഷെയറിങ് അതുമായിട്ട് ചാൻസ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, നമുക്ക് മലയാളികൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. ഇപ്പൊ നമ്മൾ വന്ന ഈ ഒരു താമ്പരം അമൃത് ഭാരത് ആണെങ്കിൽ കൂടി കേരളത്തിൽ എവിടെ തന്നെ സ്റ്റോപ്പില്ല. തിരുവനന്തപുരത്ത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നെയ്യാറ്റിങ്ങനെ നിർത്തില്ല. പിന്നെ മൊത്തം തമിഴ്നാട്ടിലാണ് എന്താ പറയാ ഭൂരിഭാഗം ഓടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നേരെ ഇപ്പം താമ്പരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്, രാത്രിയാണ് ഓടുന്നത്. കാരണം നമ്മുടെ മാവേലി മലബാറൊക്കെ ഓടുന്ന അതേ ടൈമിങ്ങിൽ. പക്ഷെ നമ്മൾ തിരുവനന്തപുരത്തേക്കാണെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ പകലാണ്, ഫുൾ ഒരു പകൽ വണ്ടി എന്ന് പറയാം. അതായത് ഈ വണ്ടിക്ക് തിരക്ക് തിരുവനന്തപുരത്തൊന്നും ഇല്ല, നമ്മുടെ തിരുനെൽവേലിക്ക് വണ്ടി ഫുള്ളാവുന്നത്. ഞാൻ പറഞ്ഞത് കൂടുതൽ തമിഴ്നാട്ടുകാർക്കാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മധുരയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞല്ലോ, മധുരയിൽ നീ പറഞ്ഞ നമ്മുടെ ഗുരുവായൂർ എഗ്മോർ നമ്മുടെ വണ്ടിയില്ലേ, അത് പോയി കഴിഞ്ഞാൽ വേറെ വണ്ടിയില്ല. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് തമിഴ്നാട്ടുകാർക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ വണ്ടി വേണമെങ്കിൽ നൈറ്റ് വേണമെങ്കിൽ വ്യാഴാഴ്ച അവിടെ നിന്ന് വേണമെങ്കിൽ തിരിച്ചിങ്ങോട്ടാക്കി കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ എടുത്ത രീതിയിലാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൂടെ ഓടുന്നത്, അതായത് മംഗളൂരു നാഗർകോവിൽ വണ്ടിയില്ലേ, അത് ഡെയിലി ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമായേനെ. തീർച്ചയായും അതിന്റെ ടൈമൊക്കെ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ താമ്പരത്ത് റൂം കിട്ടിയത് എന്തോ മഹാഭാഗ്യം എന്ന് പറയാം. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതില്ലേ,
ഫെബ്രുവരി 26 അതായത് ഇന്ന് ചെന്നൈയിൽ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ മത്സരം നടക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ലേറ്റ് ഒക്കെയാണ് വീഡിയോ വരുന്നത്. അതായത് ഇന്ത്യ സിംബാബ്വെ മത്സരം സൂപ്പർ 8 ICC വേൾഡ് T20 നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ മത്സരം ഇവിടെ നടക്കുന്നതുകൊണ്ട് ചെന്നൈയിൽ ഇവിടെ നിന്ന് റൂമില്ല. ഞങ്ങൾ അത് പെട്ട അവസ്ഥയാണ് റൂം എടുക്കുന്ന സമയത്ത്. അപ്പൊ ഭാഗ്യം കിട്ടി, എന്തോ ഭാഗ്യം താമ്പരത്ത് കിട്ടി. ഇല്ലെങ്കിൽ ഞങ്ങളിപ്പം വീണ്ടും ട്രെയിൻ കയറിയിട്ട് 12:30 സമയത്ത് ചെന്നൈ എക്മോർ സെൻട്രലിൽ പോയി കഴിഞ്ഞാൽ അവിടെ റൂം ഉണ്ടാവില്ല. ബാർഗെയിൻ ചെയ്താൽ 1000, 1500, 2000 എല്ലാ റൂമും ഞങ്ങൾ ഓൺലൈൻ വഴി നോക്കി പെട്ട അവസ്ഥ. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ എന്താ പറയാ, അമൃത് ഭാരതിന്റെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മാറ്റം ബൈ.